നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മില്ലറ്റ് റെസിപ്പി കേട്ടോ. മില്ലറ്റ് മാംഗോ റൈസ് ആണ്. ഏത് മില്ലറ്റ് വേണമെങ്കിലും നമുക്ക് ഈ റെസിപ്പിയിലോട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബർണിയാർഡ് മില്ലറ്റ് ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. നല്ലൊരു ലഞ്ചായിട്ടും ഡിന്നറായിട്ടും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഈ മില്ലറ്റ് മാംഗോ റൈസ്. ഫ്രണ്ട്സ്, നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ മില്ലറ്റ് മാംഗോ റൈസ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഐറ്റംസ് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ ഞാൻ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു മീഡിയം സൈസ് മാങ്ങയുടെ പകുതിയായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് മതി. അടുത്തതായിട്ട് ചെറിയ ഉള്ളി എടുക്കാം. 5 എടുക്കാം ചെറിയ ഉള്ളി. പിന്നെ വെളുത്തുള്ളി 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ആഫ്രിക്കൻ മല്ലിയുടെ ഒരു ഇല എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമ്മുടെ സാധാരണ മല്ലിയില എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു അര പീസ് ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. മാംഗോ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പ്രഷർ കുക്കറായിട്ട് എടുത്തിട്ടുള്ളത്. ചെറിയൊരു പ്രഷർ കുക്കറായിട്ട് ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നെയ്യ് ഒഴിക്കാം. ഇവിടെ നെയ്യ് ഞാൻ 1 ടേബിൾ സ്പൂണ് ഒഴിക്കാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാട്ടത്. ഇനി ഈ എണ്ണയും നെയ്യൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണയും നെയ്യും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഇവിടെ ഞാൻ ചേർത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാനിവിടെ നിലക്കടല എടുത്തിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂണാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ പരിപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളക് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് പ്രഷർ കുക്കറിലോട്ട് ചേർക്കാം. ഒരു നുള്ളു കായം കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഐറ്റംസ് കേട്ടോ. ഇനി നമുക്ക് പാനിലോട്ട് ചേർക്കാം. ഇത് ഒന്ന് വഴച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഈ മഞ്ഞളിൻ്റെ കളർ ആവശ്യമില്ല എന്നാണെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നമ്മൾ ഈ ചേർത്ത ഐറ്റംസിൻ്റെയൊക്കെ റോസ് സ്മെല്ലൊന്ന് പോകട്ടെ, അതുവരെ വഴച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് മില്ലറ്റ് ചേർക്കേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ബർണിയാർഡ് മില്ലറ്റാണ്. 1 കപ്പാട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ സോക്ക് ചെയ്ത മില്ലറ്റായത്. അപ്പോൾ ഈ മില്ലറ്റ് ഞാൻ ഈ പാനിലോട്ട് ചേർക്കണം. ഇതിന് പകരമായിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മസാലയിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മില്ലറ്റ് ഒന്ന് ചേർത്തിട്ട് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇരട്ടി വെള്ളം എടുക്കേണ്ടത്. 1 കപ്പിന് 2 കപ്പ് വെള്ളം, ആ രീതിയിലാണ് എടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നൊരു മില്ലറ്റ് റെസിപ്പി ആയിട്ടത്. മില്ലറ്റിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഇതിന് മുൻപ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനിനി മാങ്ങ ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തതിൽ അരമുറി മാങ്ങ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മാങ്ങയും ഡയറക്റ്റ് ചേർക്കണം. നമുക്ക് മാങ്ങയുടെ പീസ് ഒന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വയ്ക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 2 വിസിൽ പോയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മുടെ മില്ലറ്റ് മാംഗോ റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യുന്നത് ബീഫ് കേട്ടോ. ഇവിടെ ബീഫ് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് എണ്ണ അധികമൊന്നും ചേർക്കാതെ ഈ ബീഫ് ഫ്രൈയിലോട്ട് ഞാൻ ചേർത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ്. എണ്ണ അധികം ചേർക്കാതെ ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈ ആട്ടോ ഇത്. നമ്മുടെ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ തുറക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ടൈം വെച്ചാൽ തന്നെ ഇത് ഡ്രൈ ആയിട്ട് വരും. മാംഗോ പീസസ് ഒന്നും ഉടയാതെ ശ്രദ്ധിക്കണം. ഓൾറെഡി നമ്മൾ കുക്കറിൽ 2 വിസിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഉടയാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ മില്ലറ്റ് മാംഗോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാണ്. നല്ല ബീഫ് ഫ്രൈഡേയും അതുപോലെ തന്നെ മുരിങ്ങയില തോരൻ്റെയും പിന്നെ ഇടിച്ചക്ക തോരൻ്റെയും കൂടെയാണ് ഞാൻ ഈ മില്ലറ്റ് മാംഗോ റൈസ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.